കൊള്ളാം, നല്ല സിനിമ. പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾ ഇത് കണ്ടുപിടിക്കുമെന്നൊരു പേടിയുണ്ട്. സെക്കൻഡ് ഹാഫ് എവിടെയൊക്കെയോ കഥ എവിടെയോ പോയി. ഒരു കൊച്ചു ടി വിയിൽ ഒരു സീരിയൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. എടാ മോനെ, ഞാൻ ബിരിയാണി കഴിക്കാൻ പോകണം. സൂപ്പർ കേട്ടോ, അമ്മയ്ക്കും മക്കൾക്കും ഇരുന്ന് ആസ്വദിച്ച് കാണാം. യൂത്ത് ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാര്യം എല്ലാവർക്കും ഓരോ ടോൺ അല്ലല്ലോ. എടാ മോനെ എന്ന് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫഹദ് ഫാസിലാണെന്നാണ് വിചാരം. പടം അടിപൊളി പടം. ഫഹദ് ഫാസിൽ സീന നല്ല സിനിമ. ഫഹദ് ഫാസിൽ അടിപൊളിയാണ്, നന്നായിട്ടുണ്ടായിരുന്നു സിനിമ. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ. പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കാണാം. സെക്കൻഡ് ടൈമാണ് കാണുന്നത്. ഒബ്വിയസ്ലി ഫഹദ് ഫാസിലിൻ്റെ വൺ മൻ ഷോ ആണ്. നല്ലൊരു ആക്ഷൻ എൻ്റർടൈൻ മൂവിയാണ്. ബോറല്ല ചേട്ടാ. യൂത്ത് ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാര്യം എല്ലാവർക്കും ഓരോ ടോൺ അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റല്ലേ. പക്ഷേ യൂത്ത് ഐക്കൺസിന് എല്ലാവർക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഗ്യാങ്സ്റ്റർ പടമാണ്. പക്ഷേ അതിൽ ഒരുപാട് ഫൺ എലമെൻറ്റ് ആക്കി പോകുന്നുണ്ട്. DOP ആയാലും എഡിറ്റിംഗ് ആയാലും നമ്മളെ സുഷിഷാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും സ്പൂൺ ഫീഡ് ആവുമെന്ന് അറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അടിപൊളി, കൊള്ളാം, നല്ല സിനിമ. പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾ ഇത് കണ്ടുപിടിക്കുമെന്നൊരു പേടിയുണ്ട്. നല്ല സിനിമയായിരുന്നു. ഫഹദ് ഫാസിലിൻ്റെ നല്ല സൂപ്പറായിട്ട് BGM ഒക്കെ അടിപൊളിയായിരുന്നു. പാട്ട് പിന്നെ പുതിയ ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് രംഗം ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ കേട്ടോ, അമ്മയ്ക്കും മക്കൾക്കും ഇരുന്ന് ആസ്വദിച്ച് കാണാം. അതിലെ പുതിയ നായകൻ പിള്ളേർ ഭഗതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്, അടിപൊളി. ആവശ്യം നല്ല മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. നല്ല ആവശ്യമുണ്ടാവും. ഇപ്പോൾ കാണിക്കത്തില്ല, പെട്ടെന്ന് ടെൻഷൻ. കൊള്ളാം. ഫഹദ് ഫാസിൽ അടിപൊളി കൊള്ളായിരുന്നു. നല്ലൊരു വെറൈറ്റി. ഫഹദ് ഫാസിലിൻ്റെ വേറൊരു തന്നെ ഒരു മൂവി ചെയ്ത് എല്ലാവരും പോയി കാണണം. ചേട്ടാ മോനെ അടിപൊളി. മോനെ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി നൈസായിരുന്നു, നല്ല മാസൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറേ ആവശ്യമില്ലാത്ത ഡ്രാമ ഇട്ടു. ഇച്ചിരി ബോറായിരുന്നു സെക്കൻഡ് ഹാഫ്. ബോറെന്നല്ല, കണ്ണോണ്ടിരിക്കാൻ, പക്ഷേ ആവശ്യമില്ലാത്ത ഡ്രാമ ഇട്ടു. ഫസ്റ്റ് ഹാഫിൽ ആ പ്ലോട്ട് വെച്ച് നിർത്തായിരുന്നു. ഹൈപ്പുണ്ട് നല്ല ഡയലോഗ്. മോനെ അതാ നീ പറ. ഇവനെ കാണാൻ രംഗം പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോനെ എന്ന് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫഹദ് ഫാസിലാണെന്നാണ് വിചാരം. കൊള്ളാം, നല്ല കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. അതൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളി, സെക്കൻഡ് ഹാഫ് മിഡ് ആയിരുന്നു. ഞാൻ ബിരിയാണി കഴിക്കാൻ പോകണം. അടിപൊളിയായിരുന്നു. എടാ മോനെ, കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ഇത്തിരി കൂടെ എക്സ്പെക്ട് ചെയ്തു. സ്ക്രിപ്റ്റ് വൈസ് എടുത്തേക്കുന്ന രീതിയെല്ലാം കൊള്ളാം. ഫഹദ് ഫാസിൽ ആസ് ഓൾവേസ് ഇസ് ഡെലിവേർഡ് സ്പാട്ട്. പക്ഷേ സ്ക്രിപ്റ്റും സ്റ്റോറിയും ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്യായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് എവിടെയൊക്കെയോ കഥ എവിടെയോ പോയി. ഒരു കൊച്ചു TV ഒരു സീരിയൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, രോമാഞ്ചം ഇച്ചിരി കൂടെ എനിക്കൊരു ഇൻഡി വൈബാണ് തന്നത് സിനിമയ്ക്ക്. ആൻഡ് അതിനെ വെച്ചിട്ട് രോമാഞ്ചം ഒരു നല്ല സിനിമയാണ്. പക്ഷേ ആവേശം രോമാഞ്ചം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവീസാണ്. ആക്ടേഴ്സ് എല്ലാം അവരുടെ പാട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റിൽ എവിടെയോ ഒരു പാളിച്ച. പല ജോക്സ് ലാൻഡ് ചെയ്യുന്നില്ല, പലതും ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അറിഞ്ഞൂടാ, വിഷു തോന്നുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം കൂടെ കണ്ടു നോക്കണം, അപ്പോൾ ഒരു കമ്പാരിസൺ കിട്ടുമല്ലോ. 2 ഉണ്ടല്ലോ. മോനെ